എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുമ്പളങ്ങയിട്ട് മോരിയാച്ചേൻ്റെ റെസിപ്പിയാണ്. ഈ കുമ്പളങ്ങ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങ പച്ചടി വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. ഞാൻ കുമ്പളങ്ങ വീട്ടിൽ നിന്ന് അത് പറിക്കുന്നതൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. കുമ്പളങ്ങ പച്ചടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പച്ചടിയാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ ഇത് കുമ്പളങ്ങയുടെ സ്കിന്നെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് ഇച്ചിരി വെള്ളത്തിലേക്ക് അരിഞ്ഞിടുവാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച കുമ്പളങ്ങയിൽ അതെല്ലാം ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കണം. അതും കൂടെ ഇട്ട് നമുക്കിത് ഒന്ന് കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കിതിനുള്ള നമ്മൾ ഇത് അരപ്പുണ്ടല്ലോ മോരിയാച്ചേൻ്റെ, അത് റെഡിയാക്കാം. ഇതിലേക്ക് ഒരു മിക്സിയിലേക്ക് കുറച്ച് ജീരകം ഇടുക, പിന്നെ ഒരു 3 വലിയ എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, 3 പച്ചമുളക്, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ തേങ്ങാപ്പീരയാണിത്. അപ്പോൾ 2 പിടി തേങ്ങാപ്പീര ഇട്ട് നല്ലപോലെ ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങ തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല വെന്തോ നോക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പം അരച്ച് വെച്ചില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആ മിക്സി കഴുകിയ വെള്ളമാണ്, അതും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ കുമ്പളങ്ങയൊന്ന് ഇതൊന്ന് നല്ലതായിട്ട് തിളപ്പിക്കുക എന്ന് വെച്ചാൽ ഈ ഇതിനൊരു പച്ച ചുവയുണ്ട്, ഈ പച്ച തേങ്ങയുടെയൊക്കെ ജീരകവും വെളുത്തുള്ളി എല്ലാം ഇട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് തിളപ്പിച്ച് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ആ പച്ചച്ചുവ മാറിയോ ഒന്ന്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഒരു 10 മിനിറ്റോളം എടുക്കും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിക്കണം. തൈര് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചതാണ്. ഇത് പുളിയുള്ള തൈര് തന്നെ നമ്മൾ ചേർക്കണം, എന്നാലേ ആ മോര് കാച്ചിയതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം ഇളക്കി കൊടുക്കുക. പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ, തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു പിരിഞ്ഞ പോലെ ആയിപ്പോൾ. ഒന്ന് തിളയ്ക്കുന്ന മുമ്പ് തന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുക്കാൻ വേണ്ടിയാണ് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് നമുക്ക് കടുകും കുറച്ച് ഉലുവയും ചേർക്കുക. എന്നിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവോള ചേർക്കാം കേട്ടോ. സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാൽ മതി. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വറക്കുന്നു കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. കാരണം ഒരു ബ്രൗൺ കളർ കണ്ടോ ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മോര് കാച്ചിയതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എന്താ നമ്മുടെ കുമ്പളങ്ങ ഇട്ട മോര് കാച്ചിയത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.